ഞാൻ വളരാൻ അനുവദിക്കില്ല. ബ്ലോഗിൽ സെലിബ്രിറ്റി അപ്പിയറൻസ് അതിനെന്ത് പറയലാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് നീ. ഇന്ന് നമ്മള് ഒരു പാർട്ടിക്ക് പോവുകയാണ്. കണ്ട് കൊറേ ബ്ലോഗ് എടുത്ത് തുടങ്ങുന്ന ആൾക്കാരുണ്ട്. ഇവളാണ് എന്റെ കുരു, എന്നെ വിറ്റ് മുതലാക്കാൻ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളിത് ഇടയ്ക്ക് ഇങ്ങനെ അലമ്പിക്കൊണ്ട് പോകുന്നുള്ളതെന്ന്. ഞങ്ങൾക്ക് ഇന്നൊരു പാർട്ടിയുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ ഇന്നൊരു ലഞ്ച് പാർട്ടിയുണ്ട്. നമ്മൾ സ്ഥിരം പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ഇന്ന് പാർട്ടിയുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കെട്ടി ഒരുങ്ങി നല്ല മേക്കപ്പെല്ലാം ഇട്ട് നമ്മളെല്ലാവരും കൂടെ പോവാണ്. നമ്മളൊരു 10-20 ആൾ ഉള്ളൊരു ചെറിയ പാർട്ടിയാണ്. ഒരു 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് കഴിഞ്ഞു പാർട്ടി, അത്രയും ഉണ്ടായിട്ടു. നമ്മളിത് സ്ഥിരം പോകുന്ന റെസ്റ്റോറൻറ്റാണ് കേട്ടോ. നമ്മൾ പിന്നെ നടക്കുന്നതുകൊണ്ട് വരുമ്പോൾ ഞാൻ രാജേട്ടനോട് പറഞ്ഞു എൻ്റെ നടന്നിട്ട് വരുന്ന വീഡിയോ എല്ലാം എടുത്ത് തരുമെന്ന്. അങ്ങനെ രാജേട്ടൻ അങ്ങനെയെല്ലാം കുറച്ച് എടുത്ത് തന്നു കേട്ടോ. അതാണ് ഈ കാണുന്നത്. അല്ല, ഇത് ഞാൻ പറഞ്ഞത് വീഡിയോ എടുക്കുന്നതല്ല കേട്ടോ. ഇത് ഞാൻ എന്റെ ഭർത്താവ് നമ്മളിവിടെ സ്ഥിരം വരുന്ന റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ അറിയാം നല്ല ഇതാണ്, ഫുഡും കാര്യങ്ങളെല്ലാം നല്ലതാണ് കേട്ടോ. ഇതാണ് നമ്മളെ പുള്ളി വിജീഷിൻ്റെ പാർട്ടിയാണ് ഇന്ന്. അപ്പോൾ വിജീഷാണത്. പിന്നെ ബാക്കിയുള്ള മലയാളീസെല്ലാം വന്നു. ഇവയാണ് നമ്മുടെ മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. എങ്ങനെ പറഞ്ഞാലും നിന്ന് തരും. ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും, പോസ് ചെയ്യാൻ പറഞ്ഞാൽ പോസ് ചെയ്യും. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് കേട്ടോ ഇവനെ. ഇന്ന് അങ്ങനെ എല്ലാവരും വരാൻ തുടങ്ങിയിട്ടാ. ഇന്ന് ശ്യാംജിത്ത് സാറിൻ്റെയും നീതു ചേച്ചീൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്, 8th വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ സർപ്രൈസ് ആയിട്ട് ഒരു ചെറിയ കേക്കെല്ലാം വാങ്ങിയിട്ട് കട്ട് ചെയ്ത്, അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നമ്മളിപ്പം പെട്ടെന്ന് അറിഞ്ഞതാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു കേക്കും വാങ്ങിയിട്ട് വന്ന്, അതും ഒരു സന്തോഷം. അങ്ങനെ എല്ലാവരും കൂടെ കേക്കെല്ലാം കട്ട് ചെയ്ത് പിന്നെ എല്ലാവരും കൂടി ഇന്ന് കേക്ക് കഴിച്ചു. പിന്നെ ഫുഡ് വന്നു. ഫുഡ് എടുത്ത നല്ല രസമാണ്. നമുക്ക് ബട്ടർ നാൻ, ബട്ടർ ചിക്കൻ, പിന്നെ ജീര റൈസ്, പിന്നെ ദാൽ, പിന്നെ ആമിന് ചിക്കൻ കൂട്ടാത്തതുകൊണ്ട് ഓക്ക് മഷ്റൂം, അങ്ങനെ ഇത്ര ഐറ്റംസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ചെറിയൊരു ലഞ്ച് പാർട്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാകും ഇങ്ങനത്തെ പോസ്റ്റിംഗ് പാർട്ടീസ് എല്ലാം. അപ്പോൾ നല്ല രസമാണ്. വരിക, ഇന്ന് കഴിക്കുക, എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുക, പോവുക. ഇതാണ് ഇവിടെ മെയിൻ ഇത്. പിന്നെ അതുല്യ ഉണ്ടല്ലോ, ഇപ്പം അതുല്യാണ് മെയിൻ. അവൾ വായു ബന്ധാക്കലില്ല, ഫുൾ ടൈം കലവില പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നിങ്ങൾ ഈ കുറച്ച് മുമ്പ് കണ്ടത്. പിന്നെ സാനി ഞങ്ങൾക്ക് ചോറ് വിളമ്പി തന്നു. ഞാൻ മാത്രം കഴിച്ചാൽ പോരല്ലോ, കുറച്ച് ചോറും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ്. ഇത് ജീര റൈസും ദാലും കുഴപ്പമില്ല, നല്ല ദാലും കൂടിയാണ്. അപ്പോൾ പിന്നെ അവിടെ എല്ലാവരും കൂടെ കമൻറ്റ് അടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും. അമൽ സാറാണ് മെയിൻ കളി, ഇങ്ങനെ എന്നിട്ടൊരു നോട്ടമുണ്ട് കളിയാക്കുന്ന പോലെ. ആദ്യം കുറേ ഇടയ്ക്ക് ചമ്മലെല്ലാം ഉണ്ടാവും, പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ അതുല്യ എനിക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തരും, നീ ഇങ്ങനെ വീഡിയോ എടുക്കണം, അങ്ങനെ വീഡിയോ എടുക്കണം എന്നെല്ലാം. ഇവള് ഡെയിലി എന്നോട് പറയട്ടോ, ഓൺ വോയിസിൽ തന്നെ വീഡിയോ എടുത്താലേ നല്ലതാവുള്ളൂ. അങ്ങനെ ഇവർക്ക് പഠിപ്പിച്ചു തരുന്നതാണ് ഈ കാണുന്നത്. പിന്നെ നീതും പറഞ്ഞു വ്ലോഗ് എടുക്കണോ അങ്ങനെ ഇങ്ങനെ നമുക്ക് സെറ്റാക്കാം. ഫസ്റ്റ് ഞങ്ങളുടെ ഡാൻസ് വീഡിയോ, ഇവർക്ക് ഡാൻസ് പഠിപ്പിച്ചിട്ടാണ് ഫസ്റ്റ്. ഡാൻസ് പഠിപ്പിച്ച് ഞാൻ കൊള്ളാതെ ചെയ്യുന്നു. ആ ശരി, ഡാൻസ് അവസാനം ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടാണ്. ഇത് പിന്നെ ലാസ്റ്റായപ്പം ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാവരും കൂടെ കളിക്കാണ്. ഇവിടെ ഇപ്പം മൊത്തത്തിൽ ഒരു 6 പിള്ളേരുണ്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട്. അതിൽ 3 ചെറിയ പിള്ളേർ. ഇവരും തമ്മിൽ ഇവയും ദിയാനും തമ്മിൽ 10 ദിവസത്തെ വ്യത്യാസമില്ല. അടുപ്പിച്ചിട്ട് ഇനിയിപ്പോൾ 2 ബർത്ത്ഡേ പാർട്ടിയും കൂടെ വരാനുണ്ട്. അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നുള്ളത്. പിന്നെ ഇത് സാനി എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ആമിന, എല്ലാവരും ഇവിടെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. നമ്മളെല്ലാവരും മലയാളി ഫാമിലീസ് എല്ലാവരും നല്ല അടിപൊളിയാണ് ഇടിപ്പുള്ളത്. നല്ല രസമാണ്. നമ്മൾ ഒന്നിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടാറും പാർട്ടീസ് വരാളും. ഈ ഇടയ്ക്ക് ന്യൂ ഇയർ പാർട്ടി നമ്മൾ അടിച്ച് പൊളിച്ച്, കുറേ വർത്താനം പറയായിരുന്നിട്ട്, വേറൊന്നും ചെയ്യാനില്ല. മെയിൻ പരിപാടി തന്നെ വർത്താനം പറയായിരുന്നിട്ട്. എത്ര കഥ പറഞ്ഞാലും തീരാത്ത ഒരു സെറ്റായിട്ട് മാറിക്കൊണ്ട് വരുന്നുണ്ട് ഞങ്ങൾ. ഈ ഇതിപ്പോൾ അതുല്യക്ക് ആരോ ഹൈറ്റ് കുറവെന്ന് പറഞ്ഞുകൊണ്ട് ഓളിങ്ങനെ വീഡിയോ ഇടാൻ വെച്ചിട്ടുള്ളതാണ്. അവൾക്ക് ഹൈറ്റ് കൂടുതലാണെന്ന് വെച്ചിട്ട് ഈ പാവം 2 ആൾക്കാരെ പിടിച്ചിട്ട് ഇവരിലേക്കാളും ഹൈറ്റ് കൂടുതലെന്ന് വീഡിയോ എടുത്തിട്ട് കാണിക്കാനുള്ള ഒരു കഷ്ടപ്പാടാണ് അവിടെ കാണുന്നുള്ളത്. ഇത് പിന്നെ ഇവ ബേബി, ഞങ്ങളെ എല്ലാമായ ഇവ ബേബി. ഇത് സാനീൻ്റെ മോളാണ് കേട്ടോ.
ഭയങ്കര ക്യൂട്ടാണ്. എല്ലാവരൊക്കെയും പോയിക്കോളും. അവൾക്ക് അങ്ങനെ വലിയ ഡിമാൻഡൊന്നും ഇല്ല കേട്ടോ. എല്ലാവരോടും ചിരിച്ചോളും കളിച്ചോളും. ആൾ ഭയങ്കര സ്വീറ്റാണ്, ക്യൂട്ടാണ്. പിന്നെ കുറേ സമയം നമ്മൾ ഓളൊക്കെ വീഡിയോസെല്ലാം എടുത്ത് ഓളാണിപ്പോൾ മെയിൻ അട്രാക്ഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെയുള്ള സാറുമാരോടെല്ലാം പറഞ്ഞു എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് പിടിച്ചെടുത്തിട്ട് അവരെ ഫോണിൽ നിന്ന് ഞാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. പിന്നെ എല്ലാവരും കൂടെ കുറേ സമയം വർത്താനെല്ലാം പറഞ്ഞ് ഹലോ ഗായ്സ്, അർപ്പിത കൃഷ്ണൻ വരുമെന്തോ. അർപ്പിത കൃഷ്ണൻ. അത് കഴിഞ്ഞിട്ട് വിജീഷിന് ഒരു ഗിഫ്റ്റെല്ലാം കൊടുത്തിട്ട് നമ്മൾ പിരിഞ്ഞു കേട്ടോ. ചെറിയൊരു പാർട്ടിയായിരുന്നു, പെട്ടെന്ന് കഴിഞ്ഞ് പരിപാടിയെല്ലാം. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനി നാളെ വീണ്ടും പാർട്ടി. അതിന് കാണാം.